ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ചുമയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സൗണ്ടിന് ചെറിയൊരു മിസ്സിങ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് ഇന്നൊരു ചോദ്യത്തിലൂടെ സ്റ്റാർട്ട് ചെയ്താലോ? എന്റെ ചോദ്യം ഇതാണ്. അതായത് ഒരു ഓർക്കിഡ് പ്ലാന്റിന്റെ ലൈഫ് എത്രയാണ്? ഒരു ഓർക്കിഡ് പ്ലാന്റ് എത്ര വർഷം വരെ ജീവിച്ചിരിക്കും? ഉത്തരം കിട്ടിയോ? സാറില്ല, പോട്ടെ. അതായത് ഒരു 5 മിനിറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം, ഗസ് ചെയ്തോളൂ. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ചൂട്. ഉത്തരം കിട്ടിയ? ഒരു ഓർക്കിഡ് പ്ലാന്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് 40 മുതൽ 50 വർഷം വരെയാണ്. നെട്ടേണ്ട കാര്യമൊന്നുമില്ല, കറക്റ്റ് സത്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ഓർക്കിഡ് പ്ലാന്റ് 40 മുതൽ 50 വർഷം വരെ ജീവിച്ചിരിക്കും എന്ന് പറയും. ഹൈബ്രിഡിന്റെ കാര്യമല്ല, ഞാൻ സ്പീഷീസിന്റെ കാര്യമാണ് ഇത് പറയുന്നത്. സ്പീഷീസ് എന്ന് പറയുമ്പോൾ സ്പീഷീസിന്റെ വെറൈറ്റി അനുസരിച്ച് അതിന്റെ ലൈഫും വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയും, ഒന്നും കൂടി നെട്ടാൻ തയ്യാറായിക്കോ. അതായത് വേൾഡില് തന്നെ ഏറ്റവും പ്രായം ചെന്ന ഒരു ഓർക്കിഡ് ഉണ്ട്. അത് സിംഗപ്പൂര് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഉള്ളത്. ഡ്രാമറ്റോഫൈലമാണ് ആ ഓർക്കിഡ്. അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് 160 വർഷമാണ്. തള്ളല്ല, ഇത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ആൻസർ ആണിത്. ഞാൻ നുണ പറഞ്ഞതല്ല. ഇത്ര പച്ചത്തോണൊക്കെ എനിക്ക് കയറി പറയാൻ പറ്റുമോ? അതെ. അപ്പൊ അതായത് നമ്മൾ സിംഗപ്പൂർ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ. നമുക്ക് ഇതുപോലെയൊക്കെയുള്ള പ്രായം ചേർന്ന ഒരു മുത്തശ്ശി ഓർക്കിഡിനെ കാണാൻ കഴിയും. ഓക്കെ. അപ്പോ 50 വയസ്സ് നമുക്ക് പറ്റില്ലേ നമ്മുടെ പ്ലാന്റ് നിലനിർത്താൻ പറ്റുമോ? 50 വയസ്സ് വരെയെങ്കിലും നമ്മുടെ പ്ലാന്റ് നിലനിർത്താൻ നമുക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ? പറ്റില്ലല്ലേ, കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, എങ്കിൽ പോട്ടെ, ഒരു 25 വർഷം. 25 വർഷം വരെ നമ്മുടെ ഒരു പ്ലാന്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. അതിന്റെ ലൈഫ് അത്രയെങ്കിലും പറ്റണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഫസ്റ്റത്തെ കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ ഓർക്കിഡ് ഒന്ന് മൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 25 വർഷം നമുക്ക് ഈ പ്ലാന്റ് നിലനിർത്താനായിട്ട് കഴിയും. മൗണ്ടിങ് പല രീതിയുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വുഡിൽ എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് മൗണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണെന്നുള്ളത്. ഓർക്കിഡ് മൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള വുഡാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ദ്രവിച്ചതോ പഴയതായിട്ടുള്ള വുഡ് നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. നല്ല വുഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ല. നമുക്ക് ഒരു 10-25 വർഷത്തോളം നമ്മുടെ പ്ലാന്റ് നിലനിർത്തേണ്ടതല്ലേ. അപ്പോൾ ഒരു നല്ല വുഡ് എടുക്കുക. പിന്നെ ഏത് മരത്തിന്റെ വുഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇന്നതിന്റെ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ തെങ്ങിന്റെ ആയാലും നമുക്ക് ഉപയോഗിക്കാം. തെങ്ങ്, മാവ്, ഏതിന്റെ വേണമെങ്കിലും, തേക്കിന്റെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് വുഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മൗണ്ട് ചെയ്യാനായിട്ട് ഏത് ടൈപ്പുള്ള സ്പീഷീസും നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ്, തുലിമിനിയ, കാറ്റ്ലിയ, ഏത് വേണമെങ്കിലും നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓർക്കിഡ് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സീലിംഗ് ആയി നിൽക്കുമ്പോഴാണ്. എന്ന് വെച്ച് മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ മൗണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. മെച്ചോർഡായ പ്ലാന്റ്സ് മൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ആ പ്ലാന്റിന് ഒരു കാരണവശാലും ബഡ് ഉള്ളതാകരുത്. ബഡ് ഉള്ളതോ ഫ്ലവർ ഉള്ളതോ ആയ പ്ലാന്റ്സ് നമ്മൾ ഒരു കാരണവശാലും പോട്ടിൽ നിന്ന് എടുത്തിട്ട് മൗണ്ട് ചെയ്യരുത്. ആ സമയത്ത് നമ്മൾ ആ പ്ലാന്റിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കിഡ് പ്ലാന്റ് വുഡിൽ മൗണ്ട് ചെയ്യുന്നതുകൊണ്ട് പല പ്രയോജനങ്ങളാണ് നമുക്ക്
ഉള്ളത്. അതായത് ഒന്നാമതെന്ന് പറയുന്നത് നമുക്ക് സ്പേസ് ലാഭിക്കുക എന്നുള്ളത് തന്നെയാണ്. പോട്ടിലൊക്കെ വെക്കുമ്പോഴേക്കും സ്ഥലമില്ലാത്തവർക്ക് അതൊരു പ്രശ്നമാവും. ഇതാകുമ്പോൾ വുഡിൽ നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാം. അങ്ങനെ സ്ഥലം ലാഭിക്കാം. പിന്നീടെന്ന് പറയുന്നത് റൂട്ട് കണ്ടോ, ഇത് റൂട്ടൊക്കെ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൂട്ടിനൊക്കെ നല്ല എയർ സർക്കുലേഷൻ ലഭിക്കും. എയർ സർക്കുലേഷൻ ലഭിക്കുമ്പോൾ ചീയൽ രോഗങ്ങൾ, അതായത് വെള്ളം കെട്ടി നിന്ന് ചീയൽ, പൂപ്പൽ, ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടുകയാണ് നമുക്ക് ചെയ്യുന്നത്. ഓർക്കിഡ് പ്ലാന്റ് വുഡിൽ മൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ വുഡ് പുറത്ത് കിടക്കുന്ന വുഡാണ്. അപ്പോൾ ഇതിൽ അണുക്കൾ ഉണ്ടാകും. മൗണ്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വുഡ് നമ്മൾ ഒന്നെങ്കിൽ സാഫ് വെള്ളത്തിലിട്ട് എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് എടുക്കുക. പറ്റുമെങ്കിൽ ഒന്ന് വെയിലും കൂടെ കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ വുഡിൽ അണുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിന് അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഈ വുഡിലാണ് ഞാൻ നിങ്ങൾക്ക് ഓർക്കിഡ് മൗണ്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഈ ഊട്ട കണ്ടോ, ഈ ഊട്ട ഇട്ടിരിക്കുന്നത് ഇതിലൂടെ എനിക്ക് വയറിട്ട് തൂക്കിയിടാനായിട്ടുള്ള ഹോളാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഹുക്ക് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തൂക്കിയിടാനുള്ള ഹുക്ക് പോലെ എടുക്കാം. പിന്നെ ഇത് കണ്ടോ, അടിയിൽ ഞാൻ 2 ഓളും കൂടി ഇടിയിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒന്നെങ്കിൽ ആവശ്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ ഇട്ടേക്കെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിൽ നിന്ന് വേരിറങ്ങി വന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഇടണമെന്നില്ല. ഇതിൻ്റെ മേളിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താലും വേര് ബാക്കിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തു എന്നുള്ളൂ. വേറെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയിക്കോട്ടെ എന്നോർത്ത് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്കത് വേണമെങ്കിൽ വേണ്ട. ഓക്കെ. പിന്നീട് ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലെ സ്മൂത്തായിട്ടുള്ള പ്രതലത്തിലല്ല നമ്മുടെ ഓർക്കിഡ് മൗണ്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇതുപോലുള്ള റഫായിട്ടുള്ള പ്രതലത്തിലാണ് ഓർക്കിഡ് മൗണ്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ ഓർക്കിഡിൻ്റെ വേര് പെട്ടെന്ന് നമുക്ക് ഇതിൽ പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വുഡിൽ നമുക്കൊന്ന് ഓർക്കിഡ് മൗണ്ട് ചെയ്യാം. ഈ ഫെലനോപ്സിസിൻ്റെ സീഡ്ലിംഗ് ആണ് നമ്മൾ മൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ പോട്ടിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഡെഡ് റൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക, ക്ലീൻ ആക്കി എടുക്കുക. സാഫ് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ആക്കാം. അപ്പം ഞാൻ ക്ലീൻ ആക്കിയിട്ട് വരട്ടെ. നമുക്ക് മൗണ്ട് ചെയ്യാനുള്ള പ്ലാന്റ് ഞാൻ ക്ലിയർ ആക്കി എടുത്തു. ഡെഡ് റൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. സാഫ് വെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മൗണ്ട് ചെയ്യാൻ പോകുന്നത്. മൗണ്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് കുറച്ച് ചകിരിയിലാണ് ഞാൻ മൗണ്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചകിരി വേണ്ടാന്നുണ്ടെങ്കിൽ ചകിരി മാറ്റിയിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ചകിരിയിൽ കുറച്ച് ഈ റൂട്ടൊന്ന് പെട്ടെന്ന് വളർന്നു കിട്ടാൻ വേണ്ടി ഞാൻ ചകിരിയിലാണ് ഇത് ചകിരി ഇവിടെ വെച്ച് സപ്പോർട്ടായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പം പെട്ടെന്ന് റൂട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചകിരി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കിട്ടില്ലെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കുറച്ച്, അതായത് ചകിരി വെക്കുമ്പോൾ നമ്മൾ സെൻറ്ററിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഈ പ്ലാന്റ് ഇങ്ങനെ പിടിപ്പിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ വേരെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ താത്തിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വേര് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഇവിടെ വെയിറ്റ് കൂടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണല്ലോ തൂക്കിയിടുമ്പോൾ ഇങ്ങനെയല്ല തൂക്കിയിടുന്നത്. അപ്പോൾ ഇവിടെ വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ കെട്ടിയിടുമ്പോൾ ഇത് ഇങ്ങനെ ചരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ നേരെ തന്നെ കെട്ടിയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്ലാന്റ് സെൻറ്ററിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സെൻറ്ററിൽ തന്നെ വെക്കുക. അപ്പോൾ വേര് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് നമ്മൾ തൂക്കിയിടുമ്പോൾ ഒരു കാരണവശാലും ചരിഞ്ഞ് പോകില്ല. ഓക്കെ. മേലിൽ ഞാൻ കുറച്ചും കൂടെ ചകിരി വെച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് റൂട്ട് വരാൻ വേണ്ടിയാണ്. റൂട്ട് ഇതാകാൻ വേണ്ടി ഞാനിതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ. ഇതിന് ശേഷം നമ്മൾ ഒരു കയർ, ഞാൻ ഇതാണ് എടുക്കുന്നത് കെട്ടാനായിട്ട്.
ഇത് വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. കെട്ടുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പോട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് അനങ്ങത്തില്ലല്ലോ, ടൈറ്റായിട്ടല്ലേ നമ്മൾ വെക്കുന്നത്. അതുപോലെ തന്നെ ഇത് മൗണ്ട് ചെയ്യുമ്പോഴും നമ്മുടെ പ്ലാന്റ് ഒരു കാരണവശാലും അനങ്ങാൻ പാടില്ല. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ഫെർട്ടിലൈസറൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് അനങ്ങാൻ പാടില്ല. അനങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേര് വളരാനും ഇതിൻ്റെ വളർച്ച കുറവുണ്ടാകാനൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റ് ഡാമേജ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ കെട്ടുന്നത് നല്ല മുറുക്കി തന്നെ കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കേട്ടോ, നമ്മൾ നമ്മുടെ പ്ലാന്റ് മൗണ്ട് ചെയ്ത് കഴിഞ്ഞു. കേട്ടോ, ഇത്ര സിമ്പിളാണ് മൗണ്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ മൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം പറഞ്ഞ കാര്യങ്ങളും അതായത് സെൻറ്ററിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് നോക്കി നല്ല ഭംഗിയിൽ, ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഈ ടൈറ്റായിട്ട് തന്നെ കെട്ടിവെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം മനസ്സിലായില്ലേ, സിമ്പിളാണ് നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ മൗണ്ട് ചെയ്ത് വെച്ചിട്ട്? എന്തേ, നമ്മുടെ മൗണ്ടിങ് ഇഷ്ടമായോ? എങ്ങനെയുണ്ട്, സിമ്പിൾ അല്ലേ? കാര്യം ഭയങ്കര സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് മൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാനായിട്ട്. ഇതിഞ്ഞ് ഇവിടെ ഒരു കയറോ എന്തെങ്കിലും ഇട്ട് നമുക്കൊന്ന് കമ്പിയോ എന്തെങ്കിലും ഇട്ടൊന്ന് കെട്ടി നമുക്ക് തൂക്കി ഇടാവുന്നതാണ്. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പോൾ ഈ റെഡ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടൈയിലെ ഗ്രീൻ നെറ്റൊക്കെ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ടൈയിലെ ആ ടൈ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിത് കെട്ടിവെച്ച് നിർത്താവുന്നതാണേ. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയുവാണേ. നമ്മൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വുഡ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇത് ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെയുള്ളൊരു പേടിയുള്ളവരുണ്ടാവും. ഇത് ഇങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെ ആഗ്രഹമുള്ളവർ എന്നിട്ട് കോണ്ടാക്ട് ചെയ്യുക. നമുക്കിവിടെ ഡെൻഡ്രോബിയത്തിൻ്റെയും ഫെലനോപ്സിസിൻ്റെയൊക്കെ സീഡ്ലിങ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ വുഡിൽ ഇതുപോലെ മൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വേണ്ടവരെ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മൗണ്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ പ്രയോജനങ്ങൾ നമുക്കുണ്ട്. അതായത് ഒന്ന്, സ്പേസ് നമുക്ക് ലാഭിക്കാം. സ്ഥലമില്ലാത്തവർക്ക് ചട്ടി വെക്കുമ്പോൾ കുറേ സ്ഥലം പോകും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാം. പിന്നീട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എടുത്ത് റീപോർട്ട് ചെയ്യേണ്ടതായ കാര്യമില്ല. മൗണ്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റേണ്ടതായ കാര്യം വലിച്ചു പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ 10-20 വർഷത്തോളം ഇതിൽ തന്നെ നിന്നോളും. നമുക്ക് റീപോർട്ട് ഒരു കാരണവശാലും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല. മൗണ്ട് ചെയ്ത പ്ലാന്റ് ട്രീറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. നമ്മൾ പോട്ടിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല മൗണ്ട് ചെയ്ത പ്ലാന്റ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇത് ഒരു കാരണവശാലും നല്ല വെയിലത്തോ നല്ല മഴയത്തോ ഹാങ് ചെയ്യാൻ പാടില്ല. ഇതിന് ഹ്യൂമിഡിറ്റി അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഷെയ്ഡിൽ കൊണ്ടുപോയാണ് നമ്മൾ ഈ പ്ലാന്റ് ഹാങ് ചെയ്ത് ഇടേണ്ടത്. പിന്നീട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും നമ്മൾ ഇതിന് വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ മീഡിയം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാ ദിവസവും വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ ഫെർട്ടിലൈസർ നമുക്ക് ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. അതിപ്പോഴും നമുക്ക് നമ്മുടെ പ്ലാന്റിന് ആവശ്യമുണ്ട്, നമുക്ക് ആഴ്ചയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും കൂടുതൽ വെള്ളം നമ്മുടെ മൗണ്ട് ചെയ്ത പ്ലാന്റിന് വെള്ളം അധികം ഉപയോഗിക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ. ഞാനിതിൻ്റെ എല്ലാം പറഞ്ഞുതരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ മൗണ്ട് ചെയ്തത് ഫ്ലോപ്പായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം മൗണ്ടിങ് ചെയ്യാനും മൗണ്ട് ചെയ്തതിന് ശേഷമൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു.